നടന്നത് ജാമിയ മിലിയ സർവകലാശാലയിലേക്കാണ്. അവിടെ പരീക്ഷയ്ക്ക് ഒരു ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനെ പുറത്താക്കിയിരിക്കുകയാണ് സർവകലാശാല. അതിനെതിരെ അവിടുത്തെ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിലുമാണ്. BA സെമസ്റ്റർ പരീക്ഷയാണ്. BA ഒന്നാം വർഷ സോഷ്യൽ വർക്ക് പരീക്ഷയിലേക്ക് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ അനുഭവിക്കുന്ന നിലവിലെ അതിക്രമങ്ങൾ ഉദാഹരണ സഹിതം വിശദീകരിക്കുക എന്ന ചോദ്യമാണ് ഉൾപ്പെടുത്തിയത്. ഇതിനെ തുടർന്ന് ആ ചോദ്യം തയ്യാറാക്കിയ അധ്യാപകനായ വീരേന്ദ്ര ബാലാജിനെ ഒരു അന്വേഷണ കമ്മീഷൻ അവിടെ നിയമിക്കുകയും തുടർന്ന് ഇദ്ദേഹത്തെ അന്വേഷണം കഴിയുന്നവരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനിടെ SFI, ISA അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അധ്യാപനം തിരിച്ചെടുക്കണമെന്ന ആവശ്യമുള്ള വലിയ സമരം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്കാണ് ആദ്യം ദൗസ് ഈ സർവകലാശാലയ്ക്ക് തന്നെ വലിയൊരു ചരിത്രമുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു മോദി കാലത്ത് അത്തരത്തിൽ ഈ അധ്യാപകൻ്റെ ആണെങ്കിൽ ഒരു 20 വർഷത്തിലേറെ സർവീസുള്ള അധ്യാപകനാണ് അദ്ദേഹം. 22 വർഷത്തെ മഹാരാഷ്ട്രയിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നത്, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന അധ്യാപകനാണ്. അപ്പോൾ ആ ഒരു ചോദ്യത്തിൻ്റെ പേരിൽ പെട്ടെന്നുള്ളൊരു പുറത്താക്കൽ മാത്രമായിട്ട് ഇതിനെ കാണാൻ പറ്റുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ച് കഴിയുമ്പോൾ അദ്ദേഹം സംഘപരിവാറിനെതിരെ നിലകൊള്ളുന്നതാണെന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ പ്രൊഫൈൽ ജാമിയ മില്ലയുടെ വെബ്സൈറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ പബ്ലിഷ്ഡ് വർക്ക്സ് ഡസൻ കണക്കിന് പബ്ലിഷ്ഡ് വർക്ക്സ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ലൊരു ശതമാനം സികേഷ് പറഞ്ഞതുപോലെ സോഷ്യൽ എക്സ്ക്ലൂഷനുമായി ബന്ധപ്പെട്ടുള്ള, പ്രത്യേകിച്ച് ദലിതരും ന്യൂനപക്ഷങ്ങളും അനുഭവിക്കുന്ന സോഷ്യൽ എക്സ്ക്ലൂഷനുമായി ബന്ധപ്പെട്ട ധാരാളം പ്രബന്ധങ്ങൾ അക്കാഡമിക് ജേണലുകളിൽ പ്രസിദ്ധീകരിച്ചതായിട്ട് അദ്ദേഹത്തിൻ്റെ ജാമ്യ തന്നെ പുറത്തിറക്കിയിട്ടുള്ള പ്രൊഫൈൽ കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ മൂവ്മെൻറ്റുകളുടെ ഭാഗമല്ല, ആസ് എൻ അക്കാഡമിക് ഈ പറയുന്ന ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് എക്സ്ക്ലൂഷൻ, സ്ഥാപനവൽകൃതമായിട്ടുള്ള വിവേചനത്തെക്കുറിച്ച്, മാറ്റി നിർത്തലിനെക്കുറിച്ച് ധാരാളമായി പ്രബന്ധങ്ങൾ രചിച്ചിട്ടുള്ള, റിസർച്ചുകൾ നടത്തിയിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഒരാളോട് ഇന്നത്തെ കാലത്ത് ഭരണകൂടത്തിനും അല്ല ഭരണകൂടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി അധികൃതർക്കും ഒരു പക്ഷേ വേറൊരു നിലപാടുണ്ടായിരിക്കാം. പക്ഷേ അവർ പ്രത്യക്ഷത്തിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന എക്സാം BSWൻ്റെ ആ പേപ്പറിൻ്റെ പേര് തന്നെ സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ എന്നാണ്. സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നൊരു പേപ്പർ ഒരു കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ അതിലെന്താ പഠിപ്പിക്കുക? അതിൽ ആകാശമിഠായിയെക്കുറിച്ചാണോ പഠിപ്പിക്കുക? അല്ല നക്ഷത്ര വ്യൂഹത്തെക്കുറിച്ചാണോ പഠിപ്പിക്കുക? ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ള സാമൂഹിക പ്രശ്നങ്ങളാണ് അവർക്ക് പഠിക്കാനുള്ള പേപ്പർ അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ പ്രോഗ്രാമിൻ്റെ സെമസ്റ്റർ എക്സാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ എക്സാമിൽ ഇന്ത്യയിലെ സോഷ്യൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ചോദ്യങ്ങളുണ്ടാവും. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ വിവേചനത്തിനിരയാവുന്നു എന്നുള്ളത് ഇന്ത്യയിലൊരു സോഷ്യൽ പ്രോബ്ലം ആണ്. ഇന്ത്യയിലൊരു സോഷ്യൽ പ്രോബ്ലം ആണെന്നുള്ളത് വെറും വർത്തമാനമല്ല, ഔദ്യോഗികമായ രേഖകളുണ്ട്. ഇപ്പോൾ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണകൂടം തന്നെ പുറത്തുവിട്ടുള്ള അതിഗംഭീരമായുള്ള രേഖയാണ്. മുസ്ലിങ്ങൾ എന്ന് പറയുന്ന കാറ്റഗറി, ന്യൂനപക്ഷങ്ങളല്ല, അല്ലെങ്കിൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ, അങ്ങനെയൊന്നുമല്ല. മുസ്ലിം എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ കാറ്റഗറി ഇന്ത്യയിൽ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെട്ടത്, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരുപക്ഷെ ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം രചിക്കപ്പെട്ട ഏറ്റവും ഗംഭീരമായിട്ടുള്ള രേഖയാണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത്. അതൊരു ഗവൺമെൻറ് ഡോക്യുമെൻ്റാണ്, ഒരു ഔദ്യോഗിക രേഖയാണ്. ഇന്ത്യയിൽ മൈനോറിറ്റി കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് കമ്മീഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അത് ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അതൊരു ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. എന്തിനാണ് അങ്ങനെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടായത്? മൈനോറിറ്റി എന്ന് പറയുന്ന കാറ്റഗറി, അത് മുസ്ലിങ്ങൾ കൂടി ഉൾപ്പെടുന്നതാണ്. അവർ അനുഭവിക്കുന്ന സവിശേഷ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ടായിരിക്കെ തന്നെ എന്തിനാണ് ഒരു മൈനോറിറ്റി കമ്മീഷൻ? ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ലാർജർ ഫ്രെയിമിനകത്ത് വെച്ച് മാത്രം ഡീൽ ചെയ്യാൻ പറ്റാത്ത വിധം സവിശേഷ പ്രശ്നങ്ങൾ ആരനുഭവിക്കുന്നുണ്ട്? മുസ്ലിം എന്ന് പറയുന്ന അല്ലെങ്കിൽ മൈനോറിറ്റി എന്ന് പറയുന്ന കാറ്റഗറി അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് സവിശേഷമായി അഡ്രസ്സ് ചെയ്യണം എന്ന തീർപ്പിലാണല്ലോ മൈനോറിറ്റി കമ്മീഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മൈനോറിറ്റീസ്, മുസ്ലിങ്ങൾ ഇന്ത്യയിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളത് അതൊരു റട്ടറിക്കല്ല, ഒരു രാഷ്ട്രീയ പ്രസംഗത്തിലൊരു വാചകമല്ല. ഇന്ത്യൻ ഭരണകൂടം തന്നെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഇനി ഇന്ത്യൻ ഭരണഘടന അവരെ സവിശേഷമായി സംരക്ഷിക്കണം, അതിനുള്ള പ്രൊവിഷൻസ് ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയിലെ ഔദ്യോഗിക സംവിധാനങ്ങളും മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ തന്നെയാണ് ഇന്ത്യയിലെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ സിലബസിൻ്റെ ഭാഗമായിട്ട് വരിക. അപ്പോൾ അതിൽ സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പേപ്പർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളുടെ പ്രശ്നം അതിനകത്ത് വരും.
അപ്പോൾ സ്വാഭാവികം അതിലൊരു പരീക്ഷ നടക്കുമ്പോൾ അതേക്കുറിച്ച് ചോദ്യം വരും. എന്താണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് ഉദാഹരണ സഹിതം വ്യക്തമാക്കുക എന്നുള്ളതാണ്. ഒരു സബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനാണ്. എനിക്കൊന്ന് 30 മാർക്സ് മാറ്റാൻ തോന്നുന്നു അതിൻ്റെ അത്. അങ്ങനൊരു ചോദ്യം ഇതിനകത്ത് വന്നതിൻ്റെ പേരിൽ ആ അധ്യാപനം സസ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. വിചിത്രമായുള്ള കാര്യമാണ്. പക്ഷേ ഇത് അങ്ങനത്തെ വിചിത്രമല്ല. പിന്നെ ക്ലാസ് മുറികളിൽ ചാണകം തേക്കണം എന്ന് പറഞ്ഞ പ്രൊഫസർമാരുള്ള ഒരു അക്കാഡമിക് തേച്ചിട്ടുള്ള ഒരു അക്കാഡമിക് ഇതാണ്. ചാണകത്തിലെ പ്ലൂട്ടോണിയത്തെക്കുറിച്ച് റിസർച്ച് നടത്തണം എന്ന് ആവശ്യപ്പെടുന്ന ഡോക്ടർ പ്രൊഫസർമാരുള്ള നാടാണ്. നമ്മുടെ അക്കാഡമിക് രംഗത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റി എങ്ങോട്ടാണ് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. IITകളിൽ വരെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പള്ളി തകർക്കാൻ 5 കർസേവർ ആണെങ്കിൽ 10 പള്ളി തകർക്കാൻ എത്ര കർഷകർ വേണ്ടി വരുമെന്ന് ഈ സിമ്പിൾ മാത്സിൽ മാത്സ് പഠിപ്പിക്കുമ്പോൾ ചോദിക്കുന്ന തരത്തിൽ ഈ പറയുന്ന വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രം അക്കാഡമിക് മേഖലയെ അങ്ങേയറ്റം സ്വാധീനിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നമ്മളെ ഭരണകൂട സംവിധാനത്തിൽ RSS ഏറ്റവും ശ്രദ്ധയോടെയും കരുതലോടെയും ഇടപെടുന്ന ഒരു ഏരിയ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസമാണ്. അത് ആ നിലക്ക് അങ്ങനെ അതിൻ്റെ ഒരു തുടർച്ചയിൽ ഇത് കണ്ടാൽ മതി. പക്ഷേ നമ്മൾ കാണേണ്ടത് ഇപ്പുറത്ത് എന്താണ് സംഭവിക്കുന്നതാണ്. ഒരു രാജ്യത്തിൻ്റെ ശക്തി എന്താണ്? ഒരു രാജ്യത്തിൻ്റെ ശക്തി നമ്മൾ സാധാരണ ഒരു ഹാർഡ് പവറും സോഫ്റ്റ് പവറുമാണ് രാജ്യത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്, അതിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത്. അപ്പോൾ അത് സോഫ്റ്റ് പവറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? അതിൻ്റെ അക്കാഡമിയാണ്. അതിനൊരു അക്കാഡമിക് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്. അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ഗ്രേഡിങ്. നമ്മൾ അമേരിക്ക വലിയ ശക്തിയാണ്, അല്ലെങ്കിൽ UK ബ്രിട്ടൻ വലിയ ശക്തിയാണ് നമ്മൾ പറയുമ്പോൾ അത് അവരുടെ കയ്യിൽ മിസൈലുകളും ബോംബുകളും ഉള്ളതുകൊണ്ട് മാത്രമല്ല. അവിടെ ഓക്സ്ഫോർഡ് ഉണ്ട്, കാംബ്രിഡ്ജ് ഉണ്ട്, ഹാർവാർഡ് ഉണ്ട്, മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇങ്ങനെ ലോകത്തുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പോകണമെന്നാഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികൾ അവിടെ ഉണ്ട്. അവിടുത്തെ അന്തരീക്ഷം എന്താണ്? അവിടെ ഒരു അന്തരീക്ഷമേ ഉള്ളൂ: പഠിക്കുക, റിസർച്ച് ചെയ്യുക, പഠനത്തെയും ഗവേഷണത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന അക്കാദമിക അന്തരീക്ഷം. ഇത്രയും ക്രിട്ടിക്കലായിട്ട് ഭരണകൂടത്തിൻ്റെ നറേറ്റീവുകളെപ്പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള അക്കാഡമിക് പ്രോഗ്രാം, സിലബസുകൾ, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അവർ രാജ്യത്തിൻ്റെ ശക്തി അമേരിക്കയുടെ ശക്തി എന്ന് പറയുന്നത് അവരുടെ ബോംബ് മാത്രമല്ല, അവരുടെ സോഫ്റ്റ് പവർ കൂടിയാണ്. ആ സോഫ്റ്റ് പവറിൽ ഏറ്റവും പ്രധാനം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അക്കാഡമിക് ഇൻഫ്രാസ്ട്രക്ചർ ആയിരിക്കും. അല്ലേ? എല്ലാവരും പോകാൻ ആഗ്രഹിക്കുകയാണ് അവിടേക്ക്. പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടണം, പ്രിൻസ്റ്റണിൽ കിട്ടണം, കൊളംബിയയിൽ കിട്ടണം, അല്ലെങ്കിൽ മാസച്യൂസെറ്റ്സ് കിട്ടണം, ഹാർവാർഡിൽ കിട്ടണം എന്നെന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു? അവിടെ സൗജന്യമായിട്ട് പഠിക്കുക എന്നുള്ളതല്ല, അവിടെ നല്ല പൈസ കൊടുക്കണം. അക്കാഡമിക് ക്വാളിറ്റിയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഈ ബാക്കി ഞങ്ങൾ മാത്രം രാഷ്ട്രഭക്തരാണെന്ന് പറയുന്ന ആളുകളുടെ കയ്യിൽ ഇത് വന്നതിന് ശേഷം എന്താ സംഭവിക്കുന്നു നോക്കൂ. നമ്മളുടെ ബെസ്റ്റ് ബ്രെയിൻസ് അവരിവിടെ നിൽക്കുന്നില്ലെന്നേ. ഇത് വളരെ ഗുരുതരമായുള്ള പ്രശ്നം. ഒരു ഭാഗത്ത് സംഭവിക്കുകയാണ്. നോക്കൂ, 2014 ശേഷമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യൻ പാസ്പോർട്ട് കൈയൊഴിക്കുന്ന പ്രവണത കൂടിയത്. അത് പാർലമെൻറ്റിൽ വെച്ച കണക്കാണ്, രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത്. പാർലമെൻറ്റിൽ മോഡി ഗവൺമെൻറ് തന്നെ പാർലമെൻറ്റിൽ വെച്ച കണക്കാണ്. പാസ്പോർട്ട് കൈയൊഴിക്കുന്നവരുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ 90% ആരാണ്? HNI കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ, ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസാണ്. എന്ന് പറഞ്ഞാൽ കയ്യിൽ പണമുള്ള മനുഷ്യർ. അവർ ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിച്ച് പോകുന്നു. ആ പണം ഇവിടെ നിക്ഷേപിക്കപ്പെടേണ്ടത് നമ്മുടെ ഇൻഡസ്ട്രിയെ ജ്വലിപ്പിക്കേണ്ട പണമാണ്. ഒരു വശത്ത് പണമുള്ള ആളുകൾ പോവുക, മറുവശത്ത് ബെസ്റ്റ് ബ്രെയിൻസ്, നമ്മുടെ പുതിയ തലമുറയിലെ ഏറ്റവും ഇൻ്റലിജൻ്റായ വിദ്യാർത്ഥികൾ നന്നായി പഠിക്കണമെന്നും പഠിച്ചുയരണമെന്നും റിസർച്ച് ചെയ്യണമെന്നും എൻ്റേതായൊരു മുദ്ര പതിപ്പിക്കണമെന്നും ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അവരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആരാണ് ഇപ്പോൾ ഒരു അക്കാദമിക് അന്തരീക്ഷം ആകർഷകമല്ലെങ്കിൽ പിന്നെ ആരാ ബാക്കി ഉണ്ടാവുക? ഇവർ യഥാർത്ഥത്തിൽ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ സികേഷ് പറഞ്ഞ ജാമ്യ മില്ലിയ എന്താണ് വലിയ ലെഗസിയുള്ള സ്ഥാപനമാണ്. അത് അലി സഹോദരന്മാരും ഗാന്ധിജിയും കൂടി തുടങ്ങിയ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ ഒരു ഫോർമേഷൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്, അത് മനസ്സിലാക്കണം. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി അലിഗഡിലുണ്ടായിരിക്കുമ്പോൾ അലിഗഡ് മുസ്ലിം സർ സയ്യിദ് മുഹമ്മദ് ഖാൻ്റെ ഒരു കാഴ്ചപ്പാട് എന്തായിരുന്നു? നമ്മൾ ചുമ്മാ ഇങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരോട് ഇടികൂടാൻ പോയിട്ട്
എന്താണ് ഈ പഠിക്കുന്ന കാലത്ത് ബ്രിട്ടീഷുകാരോട് ഇടികൂടാൻ പോയിട്ട് സമയം കളയേണ്ട, പഠിക്കുക, എന്നിട്ട് വളരുക. അതാണ് കമ്മ്യൂണിറ്റി എംപവർമെൻറ്റ് വേണ്ടത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുക എന്നൊക്കെ പറഞ്ഞ് ആ നിലക്ക് സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെ വഴി കണ്ടെത്തിയ ഒരാളാണ്. അതിൻ്റെ ഒരു ആൻറ്റിതെസിസ് അല്ലെങ്കിൽ ഒരു ആൻറ്റൈ മൂവ്മെൻറ്റ് എന്നുള്ള നിലക്കാണ് ജാമിയ മില്ലിയ വരുന്നത് മനസ്സിലാക്കണം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ജാമിയ മില്ലിയ. അലിഗഡ് തന്നെയായിരുന്നു കേട്ടോ അത് സ്ഥാപിച്ചത്. പിന്നെയാണ് ഡൽഹിയിൽ ഭൂമി മേടിക്കുന്നതും ഡൽഹിയിലേക്ക് മാറുന്നതും. അപ്പോൾ ഗാന്ധിജിയായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊമോട്ടറായിട്ടുണ്ടായിരുന്നത്. അലി ബ്രദേഴ്സ് ഓഫ് കോഴ്സ് അവരാണത് അത് യാഥാർത്ഥ്യമാക്കിയത്. ഗാന്ധിജി അതിനെ വലിയ തോതിൽ പിന്തുണയ്ക്കുകയുണ്ടായി. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം രൂപീകരിക്കപ്പെടുകയും ചലിക്കുകയും ചെയ്തിട്ടുള്ള വലിയ പാരമ്പര്യമുള്ള സ്ഥാപനമാണ് ജാമിയ എന്ന് പറയുന്നത്. ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്നാണ്. നാഷണൽ എന്നുള്ളൊരു പ്രയോഗം വരുന്നത് ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം രൂപീകരിക്കപ്പെട്ട ഇതാണ്. അപ്പോൾ അവിടെ ഒരു BSW കോഴ്സിൽ അവരുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച് ഒരു ചോദ്യം വരുമ്പോൾ അതുപോലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് വന്നു കഴിഞ്ഞാൽ ഇവരേത് അധ്യാപകരെയാണ് ഇവർ ആകർഷിക്കാൻ പോകുന്നത്? ഏത് വിദ്യാർത്ഥികളാണ് ആകർഷിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് ഇവർ അക്കാഡമി നിലനിർത്തുന്നത്? ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. പറഞ്ഞാൽ ക്രിസ്മസ് ദിവസം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും സന്തോഷിക്കുന്ന ആഹ്ലാദിക്കുന്ന ദിവസമാണ് ക്രിസ്മസ് ദിവസം. ക്രിസ്മസ് ദിവസം ഭയചകിതനാകേണ്ടി വരുന്ന അവസ്ഥയാണ് ഇന്ന് ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനിക്ക്. നോക്കൂ, അതിൻ്റെ ഒരു പാരഡോക്സ് നോക്കണം. മറ്റുള്ളവരുടെ ആഘോഷത്തിൻ്റെ സന്ദർഭത്തിലും തങ്ങളുടെ ആഘോഷത്തിൻ്റെ സന്ദർഭത്തിലും ഒരേപോലെ ഭയചകിതരായി നിൽക്കേണ്ടി വരുന്ന അവസ്ഥ ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടാവുകയാണ്. ഇപ്പോൾ രാംനവമി വരുന്നു, ഹോളി വരുന്നു, മുസ്ലിം വീടുകളും കടകളും പള്ളികളും ഒക്കെ ടാർപോളിനിട്ട് മൂടുന്നു. അവരുടെ ആഘോഷ ദിവസമാണ് നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല. നമ്മളുടെ ആഘോഷ ദിവസം നമ്മൾ ആഘോഷിക്കാൻ പാടില്ല. ഈ നിലയിൽ രാജ്യത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ സ്വാഭാവിക തുടർച്ചയിൽ സംഭവിക്കുന്ന കാര്യം മാത്രമാണ്. അജിംസ്, സിലബസിലുള്ള ചോദ്യമാണ് അധ്യാപകൻ, അല്ലെ സിലബസ് പ്രകാരമാണ് ആ ചോദ്യം തയ്യാറാക്കിയത്. അല്ല, ഇത് വേറെ തരത്തിലുള്ള സൂചന കൂടിയല്ല. സിലബസിൽ ഇതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങൾ ഇത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ മെനക്കെടേണ്ട കേട്ടാന്നുള്ളൊരു താക്കീത് കൂടിയിട്ടല്ലേ മൊത്തത്തിൽ സംഘം ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെതിരെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം ഇത് കമ്മ്യൂണൽ ആംഗിളുള്ള ചോദ്യമാണെന്നാണ്. ഞാൻ അതിനെ നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ ചില വിമർശകരുടെ ചോദ്യങ്ങളുമായിട്ട് ഞാൻ ബന്ധിപ്പിക്കുകയാണ്. ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ വിമർശകരിൽ ചിലർ ചൂണ്ടിക്കാട്ടുന്നു. വിമർശനം എന്ന് വെച്ചാൽ അവർ ഔട്ട് ഓഫ് ഫോക്കസ് കാണുന്നവരും ഇത് ഫോളോ ചെയ്യുന്നവരൊക്കെ തന്നെയാണ്. അവർ പറയുന്നത് നിങ്ങൾ ഈ ജാതി മതം ഇതിനെക്കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്, അതുപോലെ മുസ്ലിം ദളിത് ഇഷ്യൂകളെ കുറിച്ചാണ് നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നത് എന്നാണ്. അത് ജാതി രാഷ്ട്രീയത്തെ ഉയർത്തുന്ന ഒന്നാണ്. കുറേ കൂടി സെക്യുലറായിട്ട് നിങ്ങൾക്ക് സംസാരിച്ചുകൂടെ ഒരു മീഡിയ എന്ന നിലയ്ക്ക്? ഇതൊരു വാലിഡായിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. എനിക്ക് ഒരുപാട് പേര് ഇത് ചൂണ്ടിക്കാട്ടി വലിയ കത്തുകൾ പോലെ മെസ്സേജുകൾ അയക്കാറുണ്ട്. അപ്പോൾ എന്താണ് കമ്മ്യൂണലിസം? എന്താണ് വർഗീയത? ഇന്ത്യയിലെ ജാതി എന്താണ്? ഇന്ത്യയിലെ മതം എന്താണ് എന്നതിനെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണ്. അജ്ഞത എന്ന് പറഞ്ഞാൽ അവർ അറിവില്ലാത്തവരാണെന്ന അർത്ഥത്തിലല്ല. അവരത് പഠിക്കുന്നത് എവിടെ നിന്നാണ്? അവർ യൂറോപ്യൻ സെക്യുലറിസം എന്നാണ് പഠിക്കുന്നത്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എന്താണ് ജാതി, എന്താണ് മതം എന്ന് ഇവർ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ മതരഹിതർ, ജാതിരഹിതർ, സെക്യുലറിസ്റ്റുകൾ എന്ന് പറയുന്ന സോക്കോൾഡ് ആളുകളുണ്ട്. അവർക്ക് കുറേ കൂടി ശബ്ദമുണ്ട് സമൂഹത്തിൽ. അപ്പോൾ അവർ സൃഷ്ടിക്കുന്ന നറേറ്റീവിൽ ഈ പറയുന്ന ജാതി പീഡനം നേരിടുന്ന, മതപരമായ എക്സ്ക്ലൂഷൻ നേരിടുന്ന കമ്മ്യൂണിറ്റികളെക്കുറിച്ച് അവർ സംസാരിക്കുകയില്ല. ഞങ്ങൾ മതരഹിതരാണ്, ഞങ്ങൾ ജാതിരഹിതരാണ്, അപ്പോൾ മതം വെടിയൂ, ജാതി വെടിയൂ, മനുഷ്യരാകൂ, ഇതാണ് അവരുടെ മുദ്രാവാക്യം. അപ്പോൾ ഒരു ഇന്ത്യൻ സോഷ്യൽ സാഹചര്യത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ട കാര്യം എന്താണ്? ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ സോഷ്യൽ ഈവിൾ എന്ന് പറഞ്ഞാൽ ജാതിയാണ്. ആ ജാതി എന്താണ്? ഒരു മനുഷ്യൻ ഇന്ത്യയിൽ ജനിച്ചു വീഴുന്നതോടുകൂടി, ഞാൻ പറയുന്നത് ഇന്ത്യയിലൊരു മനുഷ്യൻ ജനിച്ചു വീഴുന്നതോടുകൂടി അയാൾ ജാതിയിലാണ് ജനിച്ചു വീഴുന്നത്. അത് ഏത് മതത്തിലാണെന്നുള്ള പ്രസക്തമല്ല. അയാൾ ക്രിസ്ത്യാനി ആവട്ടെ, ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, അയാൾ ജനിച്ചു വീഴുന്ന ഒരു ജാതിയിലേക്കാണ്. മുസ്ലിം എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിലൊരു ജാതിയാണ്. അപ്പോൾ ഞാൻ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വീണു, ഞാൻ നാളെ പറയുകയാണ് എനിക്ക് മതമില്ല, ഞാൻ ഒരു എക്സ് മുസ്ലിമാണ്, ഞാൻ മതരഹിതനാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ രക്ഷയുണ്ടോ? ഇല്ല. അത് ഞാൻ ഏറ്റെടുക്കുന്ന ഒരു ഐഡൻറ്റിറ്റി അല്ല. ഈ സൊസൈറ്റി, ഇന്ത്യൻ സൊസൈറ്റി എന്നിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഐഡൻറ്റിറ്റിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചർച്ചിൽ കയറി അലമ്പുണ്ടാക്കിയൊരു സംഘി, ആ സംഘി യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിലുള്ള ഒരു എക്സ് മുസ്ലിമാണെന്ന് പറഞ്ഞല്ലേ. ഇന്ന് എനിക്ക് രാവിലെ സംഘപരിവാറുകാരനായ ഒരാൾ എനിക്ക് അയച്ച മെസ്സേജാണ്, ഇവനെ ഞങ്ങളുടെ ആളല്ല കേട്ടോ, ഇവൻ യഥാർത്ഥത്തിൽ മറ്റവനാണ്, മദ്രസ പൊട്ടനാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, ഇന്ത്യയിലെ ഐഡൻറ്റിറ്റി, ഒരാളുടെ കമ്മ്യൂണൽ ഐഡൻറ്റിറ്റി, ഒരാളുടെ ജാതിപരമായ ഐഡൻറ്റിറ്റി, മതപരമായ ഐഡൻറ്റിറ്റി, അത് നമ്മൾ സ്വയം സ്വീകരിക്കുന്നതല്ല. നിങ്ങളത് സ്വീകരിച്ചില്ലെങ്കിലും ഈ സൊസൈറ്റി നിങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുന്നതാണ്. അങ്ങനെ അടിച്ചേൽപ്പിച്ചിട്ട് എന്താ ചെയ്യുന്നത്? നിങ്ങളെ ബഹുമാനിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങളെ എക്സ്ക്ലൂഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതൊരു സോഷ്യൽ പ്രശ്നമാണ്. അപ്പോൾ ഈ സോഷ്യൽ പ്രശ്നത്തെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചതിനെയാണ്
അത് വർഗീയമാണ് എന്ന ആംഗിൾ കൊടുക്കുന്നത്. ഇതേ ആക്ഷേപം ഈ ഔട്ട് ഓഫ് ഫോക്കസിനെതിരെയുണ്ട്. ഇന്നലെ കൊച്ചി മേയർ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ മേയർ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസ് അവിടെ സ്വീകരിച്ച സമീപനം എന്താണ്? അവർക്കൊരു മാനദണ്ഡമുണ്ട് എങ്ങനെയാണ് ആളെ സ്വീകരിക്കേണ്ടത്. മറ്റുള്ള ക്ലെയിം അവർ കേൾക്കില്ല, പരിഗണിക്കില്ല എന്നല്ലല്ലോ. അവരുടെ മാനദണ്ഡം എന്താണ്? അവരുടെ മാനദണ്ഡം കൗൺസിലിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പിന്തുണയ്ക്കുന്ന ആളെ മേയറോ അധ്യക്ഷനോ ആക്കുക. രണ്ടാമത്തെ കാര്യം, അങ്ങനെ ആക്കുന്ന ആളുകൾക്ക് പാർട്ടിയിൽ ഉന്നത ചുമതലയുള്ളവരെ സവിശേഷമായി പരിഗണിക്കുക. അപ്പോൾ കൊച്ചിയിൽ യഥാർത്ഥത്തിൽ നടന്നത് എന്താണ്? ഇത് രണ്ടുമുള്ള ഒരാളെ മേയറാക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതിനെ പുറത്തെങ്ങനെയാണ് അതിനെ ചിത്രീകരിക്കുന്നത്? ലത്തീൻ കത്തോലിക്ക സഭയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ജാതി മത സാമുദായിക ശക്തികളുടെ സമ്മർദ്ദത്തിന് കോൺഗ്രസ് വഴങ്ങുന്നു. ഇനി ലത്തീൻ കത്തോലിക്ക സഭ ഏതാണ്? അതും ആളുകൾക്ക് അജ്ഞരാണ്. എന്താണ് ലത്തീൻ കത്തോലിക്ക? ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വലിയ സംഭവമാണ് കേരളത്തിൽ. അവർ എന്താണ് ഉന്നത കുലജാതരാണ്, മുന്നോക്ക വിഭാഗമാണ്. ലത്തീൻ കത്തോലിക്ക സമുദായം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ OBC സമുദായമാണ്, സംവരണ സമുദായമാണ്, പിന്നാക്ക സമുദായമാണ്. അവർക്ക് നിർണായകമായ ജനസംഖ്യയുള്ള കൊച്ചിയിൽ ഞങ്ങളുടെ ഒരാൾ വേണം, ഞങ്ങളുടെ സമുദായങ്ങളായ 18 പേർ ഇവിടെയുണ്ട്, ഞങ്ങളുടെ ഒരാൾ മേയറാക്കണമെന്ന് അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതെന്തോ മഹാ അപരാധം പോലെയാണ് കാണുന്നത്. അങ്ങനെ പറയാനേ പാടില്ല. കാരണം റെപ്രസെൻറ്റേഷൻ, ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം എന്നുള്ളത് പറയുന്നത് ജനാധിപത്യത്തിൽ വളരെ വളരെ പ്രധാനമായൊരു കാര്യമാണ്. അത് അവിടെ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടുന്ന ലത്തീൻ കത്തോലിക്കർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എക്സ്ക്ലൂഡ് ചെയ്യപ്പെട്ട ഒരു സമുദായമാണ്. ഞങ്ങളെ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞാൽ അതിനെ വർഗീയമായി കാണിക്കുകയും എന്നാൽ വളരെ സൈലൻ്റായി ആരും ആവശ്യപ്പെടാതെ മുന്നോക്ക സംവരണം നടപ്പാക്കിയാൽ, ഒരു മന്ത്രിസഭയിൽ പകുതിയോളം പേരെ എന്താക്കിയാൽ, ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരെ എടുത്തു കഴിഞ്ഞാൽ അതിനെ സെക്യുലറാണ്, അത് ഞങ്ങളുടെ പാർട്ടിയുടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് എന്ന് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നിടത്താണ് പ്രശ്നം. അപ്പോൾ ഈ ഒരു വ്യത്യാസമാണ് ഞാൻ ഇന്നലെ ചൂണ്ടിക്കാട്ടിയത്. ഇതേ പ്രശ്നം ഈ വിഷയത്തിലുണ്ട്. ഇതിനെ കമ്മ്യൂണലായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ BSWയിൽ സാമൂഹിക പ്രശ്നങ്ങളല്ലാതെ പിന്നെ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുക? ഇപ്പോൾ എൻ്റെ മകൻ ഒരു BSW വിദ്യാർത്ഥിയാണ്. അപ്പോൾ അവൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ നടന്നു കഴിഞ്ഞപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട സെമിനാർ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചാണ് സെമിനാർ. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ എന്തിനാണ് സെമിനാർ? നീ BSW അല്ലേ പഠിക്കുന്നത്, അതിലെന്താണ് ഓപ്പറേഷൻ സിന്ദൂർ? അതല്ല, അവിടെ അങ്ങനെയാണ്. അതിപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി മാത്രമല്ല, ജാമ്യയിൽ മാത്രമല്ല, JNU മാത്രമല്ല, എല്ലായിടത്തും ഘടനാപരമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരുപാട് മലയാളി വിദ്യാർത്ഥികൾ കേന്ദ്ര സർവകലാശാലയിൽ പഠിക്കുന്നുണ്ട്. അവർ പോയി പഠിക്കുക, പരീക്ഷ എഴുതാൻ പോരെന്നല്ലാതെ അതിന് ചോദ്യം ചെയ്യാൻ പോയാൽ പോലും ജീവന് ഒരു ഉറപ്പും ഉണ്ടാവില്ല. നജീബിൻ്റെ അവസ്ഥ നമുക്കറിയാം. ചോദ്യം ചെയ്യാന്നുള്ള കഴിഞ്ഞ ദിവസം ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് കണ്ടായിരുന്നു. അതിലായിരുന്നു മാവോയിസ്റ്റ് മുദ്രാവാക്യം വിളിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടായി. അവർ പ്രൊട്ടസ്റ്റ് ചെയ്തതിനാ ഡൽഹിയിലെ എയർ പൊല്യൂഷനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തു. അതിൽ മാവോയിസ്റ്റ് മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മിണ്ടിയാൽ വേട്ടയാടും, വീട്ടിൽ കയറി വേട്ടയാടുന്ന അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ വളരെ മോശമാണ് സ്ഥിതി. നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ കേന്ദ്ര സർവകലാശാലകളുടെ സ്ഥിതി വളരെ മോശമാണ്. ജീവന് പോലും ഉറപ്പില്ലാത്ത അവസ്ഥയാണ്. മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ ആംഗിൾ കേരളത്തിൽ ഉന്നയിക്കപ്പെടാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഇത് കേരളത്തിൽ ഇത് എക്കോ ചെയ്യുകയാണ് ഇതേ വാദം, ഉത്തരേന്ത്യയിലെ ഇതേ വാദം. സോഷ്യൽ എക്സ്ക്ലൂഷന് വിധേയരാകുന്ന ജനവിഭാഗങ്ങളെ പറ്റി സംസാരിച്ചാൽ അവരെ വർഗീയവാദികളാക്കുക, അങ്ങനെ സംസാരിക്കുന്ന ആളുകളെ വർഗീയവാദി എന്ന് വിളിക്കുക എന്നുള്ളത് കേരളത്തിലൊരു ഫാഷനായി മാറിയിട്ടുണ്ട്.